Hi dear students, I'm Jyotika Anand. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ സ്കിൽ ലെവലിലെ ടാക്സേഷൻ അഥവാ F6 എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ സെഷനിൽ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു പേപ്പറും കൂടെയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന സെഷനിൽ ഈ ഒരു പേപ്പറിന് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മാർക്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പേപ്പറിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിലെ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ടാക്സേഷനിൽ ആക്ച്വലി 5 മെയിൻ ടൈപ്പ് ഓഫ് ടാക്സസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇൻകം ടാക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കോർപ്പറേഷൻ ടാക്സ്. ഇനി അതേപോലെ നമുക്ക് CGT എന്ന് പറയുന്ന ഒരു ടാക്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, IST എന്ന് പറയുന്ന ഒരു ടാക്സേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൻഡ് അതേപോലെ VAT എന്ന് പറയുന്ന ഒരു ടാക്സേഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഇതിൽ 4 ടൈപ്സ് ഓഫ് ടാക്സസ് ഡയറക്റ്റ് ടാക്സസും ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സസും ആണ്. എക്സാം സ്ട്രക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് 3 സെക്ഷൻസ് ആണ് ഉള്ളത്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. സെക്ഷൻ എയിൽ നമുക്ക് MCQs ആണുള്ളത്, സെക്ഷൻ ബിയിൽ MTQs ആണുള്ളത്, ആൻഡ് സെക്ഷൻ സിയിൽ കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്ഷൻ എയിൽ നമുക്ക് എല്ലാ ഏരിയാസിനും, അതായത് ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, CGT, VAT, IST, ഈ എല്ലാ ടോപ്പിക്സിൽ നിന്നും നമുക്ക് എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് സെക്ഷൻ ബിയിൽ നമുക്ക് ആക്ച്വലി 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് IHT എന്നായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് VAT എന്നായിരിക്കും, ആൻഡ് ദി അതർ വൺ വിൽ ബി ഫ്രം CGT. ഇനി സെക്ഷൻ സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് ടാക്സ് പ്ലാനിംഗ് ആണ്, ബാക്കി 2 ക്വസ്റ്റ്യൻ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒന്ന് ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യനും ഒന്ന് കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യനും ആണ്. ഇപ്പോൾ എക്സാം സ്ട്രക്ചറിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ വരും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഈ പേപ്പർ ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. അതായത് സെക്ഷൻ ബി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം CGT, IST, VAT ഈ 3 ഏരിയാസിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ സെക്ഷൻ ബി നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റൻസീവ്ലി ഈ 3 ഏരിയാസിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതേപോലെ സെക്ഷൻ സിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻകം ടാക്സും ഒരു ക്വസ്റ്റ്യൻ കോർപ്പറേഷൻ ടാക്സും ആണ്. അപ്പം സെക്ഷൻ സിയിൽ കുറച്ചും കൂടെ മാർക്സ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്ഷൻ സിയിലെ ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻസും കുറേ അധികം പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ കോർപ്പറേഷൻ ടാക്സിലെ ക്വസ്റ്റ്യൻസും കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേപ്പർ ക്രാക്ക് ചെയ്യാനുള്ള ഒരു 3 ടിപ്സ് പറഞ്ഞുതരാം. ദ ഫസ്റ്റ് വൺ ഇസ് സ്റ്റാർട്ട് ഏർലി. ആസ് യു ഓൾ നോ, ടാക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതായത് കുറേ അധികം ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈവൻ ദോ ടോപ്പിക്സ് സിമ്പിൾ ആണെങ്കിലും ഏരിയാസ് കുറേ ഉള്ളത് കൊണ്ട് തന്നെ മറന്നു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഇത് നോർമലാണ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ മറന്നു പോവുക എന്നുള്ളത്. അപ്പോൾ മറന്നു പോകുന്നത് ഒഴിവാക്കാനും നമുക്ക് കുറച്ചും കൂടെ ടോപ്പിക്സ് ഈസിലി കവർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം, ഇനി അധികം ദിവസങ്ങൾ നമുക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ആൻഡ് വൺസ് യു ഹാവ് സ്റ്റാർട്ടഡ്, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർലി റിവൈസ് ചെയ്യുക. അതായത് ഇത് മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്സിനായിട്ട് അലോക്കേറ്റ് ചെയ്യുക. അതായത് ചാപ്റ്റർ 1ന് ഒരു ഡേയിൽ ഒരു 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ പോയിന്റ്സ് വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ടോപ്പിക്സ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. സോ നിങ്ങൾ ചെയ്യേണ്ട സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്രോപ്പർലി നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുക. ഓരോ ദിവസം ഓരോ ടാർഗറ്റ്സ് വെക്കുക, വേണമെങ്കിൽ കുറച്ചൊരു 2-3 ക്വസ്റ്റ്യൻസും ആ ഒരു കൺസെപ്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാം. ആൻഡ് ദ തേർഡ് തിങ് യു ഹാവ് ടു ഡു ഇസ് പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ എത്രയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും അധികം ചാൻസസ് ഉണ്ട് നിങ്ങൾ പാസ്സാവാൻ. അതിപ്പോൾ നിങ്ങൾ കിറ്റ് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു ഇറ്റ് സെക്കൻഡ് ടൈം. ഇനി സെക്കൻഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് ടൈം ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈംസ് നിങ്ങൾ നിങ്ങളുടെ കപ്ലാൻ കിറ്റ് കംപ്ലീറ്റ് ചെയ്യുക, BPP കിറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ സ്റ്റഡി ഹബും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് വൺസ് യു ഹാവ് ഡൺ ഓൾ ദീസ് 3 തിങ്സ്, നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതായത് പ്രോപ്പർ ടൈമും കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കണം. നമുക്ക് ഒരു മാർക്കിന് എടുക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 1.8 മിനിറ്റ്സ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം കീപ്പ് ചെയ്യുക ആൻഡ് ദെൻ പ്രാക്ടീസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് എന്ത് വരാം, ഒരു ടൈമിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും വരാം. അപ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്
ടൈം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക, അതേപോലെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് റീപ്രാക്ടീസ് ചെയ്യുക. ഇനി അതേപോലെ നിങ്ങൾ നിങ്ങളുടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് എക്സാം എൻവയോൺമെൻ്റ് ആയിട്ട് ഒരു ടച്ച് വരണം, അല്ലെങ്കിൽ എക്സാം ടൈമിൽ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാസ് പേപ്പർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ കുറച്ച് അഡീഷണൽ സ്പെസിമെൻ എക്സാംസും ഉണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള റിസോഴ്സസ് ACCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ആ റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരുവിധം മറവി അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ സോർട്ട് ഔട്ട് ചെയ്യാം. ആൻഡ് ദിസ് പേപ്പർ വിൽ ബി ടു ഈസി ഫോർ യു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രിപ്പറേഷൻസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ടൈംലി ബേസിസിൽ റിവൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് നിങ്ങൾ ടൈം ബൗണ്ട് ആയിട്ട് എക്സാംസും കാര്യങ്ങളും പ്രോപ്പർലി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്ന പേപ്പർ ക്രാക്ക് ചെയ്യാം. അതിന് യാതൊരുവിധ ഡിഫിക്കൽട്ടീസും ഇല്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇനി കൂടുതൽ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഓരോ ഏരിയാസിലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എലയൻസിൻ്റെ യൂട്യൂബ് ചാനൽ, അതേപോലെ എലയൻസിൻ്റെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളും ഫോളോ ചെയ്യുക. And see you in another video. Thank you and bye-bye.